വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പാർട്ടാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫ്രം ദ ഡേറ്റ ഗിവൺ ബിലോ എസ്റ്റിമേറ്റ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് നാഷണൽ ഇൻകം. ഇവിടെ ഡേറ്റ തന്നിരിക്കുന്നത് GDP 5000 ആണ് തന്നിരിക്കുന്നത് ഇൻ 100 ബില്യൺ. NFIA തന്നിരിക്കുന്നത് -50 ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 70 ആണ് തന്നിരിക്കുന്നത്. സബ്സിഡീസ് 20, ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്നത് 30 ആണ്. ഇതിൽ GDP എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, GNP എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, NNP എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NI എന്ന് പറയുന്നത് നാഷണൽ ഇൻകം. ഇനി അഡീഷണലി വന്ന ടേംസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷനും ഉണ്ട്, അതെന്താണെന്ന് നിങ്ങളിവിടെ നോക്കുക. ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. GNP എന്ന് പറയുന്നത് GDP പ്ലസ് NFIA ആണ്. NNP എന്ന് പറയുന്നത് GNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. NI എന്ന് പറയുന്നത് NNP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ് ആണ്. ഈ ഫോമുലാസ് പഠിച്ചാലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാൽക്കുലേഷനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. GNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് NFIA എന്നുള്ളതാണ്. GDP എന്ന് പറയുന്നത് 5000 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ NFIA എന്ന് പറയുന്നത് -50 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി ആൻസർ കിട്ടുന്നത് 4950 എന്നാണ് GNP കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP എന്നുള്ളത്. NNPയുടെ ഫോമുല തന്നിട്ടുള്ളതാണ്. NNP ഈക്വൽ ടു GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് GNP എത്രയായിരുന്നു കിട്ടിയത്? 4950നും അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഉള്ളത് 30 ആണെന്നും അറിയാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫൈനലി നമുക്ക് NNP 4920 എന്ന് കിട്ടും. ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളതാണ് നാഷണൽ ഇൻകം NI എന്ന് പറയുന്നത്. NI ഈക്വൽ ടു NNP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡീസ് എന്നുള്ളതാണ്. ഇനി NNP എന്ന് പറയുന്നത് എത്രയായിരുന്നു? 4920 ആണ് NNP എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 70 ആണ്. സബ്സിഡി എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും NI എന്ന് പറയുന്നത് 4870 എന്ന് കിട്ടും. ഇനി ഫൈനൽ ആൻസർ ഓരോന്നും ലിസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി.